എപ്പോഴും സുരക്ഷിതമായി സമ്പാദ്യം വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. രാജ്യത്ത് കുറഞ്ഞ പലിശയും ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങൾക്കും മികച്ച പ്രതികരണം ലഭിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണവും ഇതാണ്. ആഗോള സമ്മർദ്ദങ്ങളും പണപ്പെരുപ്പവും ഇന്ത്യൻ ഓഹരി വിപണികളെ പ്രതിസന്ധിയിലാക്കുന്ന സമയം കൂടിയാണിത്. പലരും കൂടുതൽ നഷ്ടം ഭയന്നുകൊണ്ട് വർഷങ്ങളുടെ നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ പോലും വിൽക്കുന്നുവെന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏതൊരു ഇറക്കത്തിലും ഒരു കയറ്റമുണ്ട്. ആഗോളതലത്തിൽ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന വിപണിയെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടേതാണ്. ആഗോള തിരുത്തലുകൾ കണക്കിലെടുത്ത് നോക്കിയാൽ ഇന്ത്യൻ വിപണിയുടെ നഷ്ടം ശരിക്കും ചെറുതാണ്. ദീർഘകാല ലക്ഷ്യങ്ങൾ ഉള്ളവർക്ക് നിക്ഷേപം നടത്താൻ ഏറ്റവും മികച്ച സമയം ഇതാണെന്നും വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്. ഓഹരി വിപണികളിലെ അല്പം കൂടി സേഫ് നിക്ഷേപ ഓപ്ഷൻ എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ബാങ്കുകളുടെ മറ്റ് ആവർത്തന നിക്ഷേപങ്ങൾക്കും സമാനമായിട്ടാണ് ഉള്ളത്. വെറും 8,000 രൂപ നിക്ഷേപിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 33 ലക്ഷം രൂപയുടെ ഒരു വലിയ ഫണ്ട് സൃഷ്ടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള കണക്ക് മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ട് ഇവിടെ വളരെ പ്രധാനമാണ്. മുൻകാല പ്രകടനങ്ങൾ മാത്രം നോക്കി ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ബുദ്ധിപരമായ കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ നിക്ഷേപത്തിനായി ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നതിൽ ഒരു തെറ്റുമില്ല. SIP എന്നത് ആവർത്തന നിക്ഷേപങ്ങൾ പോലെയാണ്. വിപണികളിൽ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈ നിക്ഷേപം ഒരിക്കലും മുടക്കരുത്. 33 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിവേഗം ഈ ലക്ഷ്യം കൈവരിക്കാൻ നിങ്ങൾ എല്ലാ മാസവും 8,000 രൂപ വീതം നിക്ഷേപിക്കണം. ആകെ 15 വർഷത്തേക്ക് നിങ്ങൾ എല്ലാ മാസവും 8,000 രൂപ നിക്ഷേപിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് പ്രതിവർഷം 10% വരുമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. 15 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആകെ 33,43,394 രൂപ ഉണ്ടാകുമെന്നും മ്യൂച്വൽ ഫണ്ട് കാൽക്കുലേറ്റർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് ബാങ്കുകളും മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും വാഗ്ദാനം ചെയ്യുന്ന പലിശയിൽ വളരെ മുകളിലാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണികളിലെ അപകട സാധ്യതകൾക്ക് വിധേയമാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഫണ്ട് മികച്ചതായിരിക്കണമെന്നും ഓർക്കണം.